ടോം. ഡാനി, ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വൈകിയുടെ ബന്ധുക്കൾ, അതായത് സനു മോഹന്റെ ബന്ധുക്കളോ വൈകിയുടെ അമ്മയുടെ ബന്ധുക്കളോ മറ്റോ കോടതിയിൽ ഉണ്ടായിരുന്നോ? എന്താണ് അവരുടെ ഒരു പ്രതികരണം? എന്താണ് ഈ ശിക്ഷാവിധിയെക്കുറിച്ച്? ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ മുതൽ തന്നെ നമ്മളെല്ലാവരും തിരയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു. പക്ഷേ നേരത്തെയും ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും സനു മോഹന്റെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ കുടുംബം ഒരു ഘട്ടത്തിൽ പോലും ഇവിടേക്ക് ആ ഒരു ഫ്രെയിമിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു തലത്തിലും ഒരു പ്രതികരണവുമായി എവിടെയും തന്നെ വന്നിരുന്നില്ല. ഇവർ ഈ കുടുംബവുമായുള്ളൊരു അകൽച്ചയും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തം തന്നെയായിരുന്നു. പലപ്പോഴും ഇയാളുടെ ഈ രീതികൾ അതിനോടൊന്നും പൊരുത്തപ്പെട്ട പോകുന്നതിനൊരിക്കലും ഈ കുടുംബത്തിന് സാധിച്ചിരുന്നുമില്ല. ഇവരുമായി കൃത്യമായ ഒരു അകലം എല്ലാ കാലവും തന്നെ അവർ സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബം പൂനെയിൽ വലിയൊരു കടബാധ്യത ഇയാൾ വരുത്തിയതിനു ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ അതിലെല്ലാം തന്നെ ഈ കുടുംബത്തെയും അയാൾ ഉൾപ്പെടുത്തിയിരുന്നു. ഭാര്യ അടക്കം ഇതിന് സമാധാനം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോന്നിരുന്നു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത്. അപ്പോൾ അവരുമായിട്ട് തന്നെയും വളരെ വ്യക്തമായ ഒരു അകൽച്ച ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്നും ഇതുവരെയും ഈ സമയം വരെയും നമ്മൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ആരോടെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ പോലും ഈ കുടുംബമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ ഒരു വിശദീകരണത്തിനോ ആരും തന്നെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സനു മോഹൻ കോടതിയിൽ പറഞ്ഞത് തനിക്ക് 70 വയസ്സുള്ള അമ്മയുണ്ട്, അമ്മയെ പരിചരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അതിനെ അനുവദിക്കണം, അതുകൂടി കണക്കിലെടുക്കണം, അവർക്ക് ആരുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാൾ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്തത്. ഇയാളുടെ ഒരു സ്വഭാവ രീതികൾ കൊണ്ട് തന്നെ നേരത്തെയും തന്നെ കുടുംബം വ്യക്തമായ രീതിയിൽ ഭാര്യയുടെ കുടുംബം ഇവരുമായ ഒരു അകൽച്ചയിൽ തന്നെയായിരുന്നു. ഇത് അമ്മാവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു വൈകിയെ ഇയാൾ ഭാര്യയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തത്. ഏതായാലും വളരെ കൃത്യമായ ഒരു അകലത്തിൽ ഇവരെല്ലാവരും തന്നെ അകലം സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ്. അത് നമ്മൾക്ക് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കോടതിയിലും തന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചാരും ഇയാളെ അന്വേഷിച്ച് വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു പ്രതികരണത്തിനോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കേസിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതുപോലെ ഇത് വളരെ ഒരു ദുരൂഹമായിട്ട് തന്നെ ഈ കേസിൻ്റെ പല കാര്യങ്ങളും തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഇയാൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പല ഘട്ടത്തിലും തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഇപ്പോഴും തന്നെ എത്തിയിട്ടില്ല. അതിനെ പറഞ്ഞിരുന്ന കാര്യം സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനായിരുന്നു തന്റെ ശ്രമമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ചെല്ലാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. മറ്റു കാര്യങ്ങളിലേക്ക്, കുടുംബ പശ്ചാത്തലം, അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഈ അന്വേഷണം എത്തിച്ചെന്നിട്ടുമില്ല. എന്തായാലും വളരെ ഞെട്ടലുണ്ടാക്കിയ, വളരെ അധികം ദുഃഖത്തിലാഴ്ത്തിയൊരു വാർത്ത തന്നെയായിരുന്നു വൈകിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ആദ്യം ഈ കുഞ്ഞിനെ മുട്ടാർ പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്, മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ അത് എന്തായിരുന്നു അതിലെ ഒരു ദുരൂഹത എന്നത് സംബന്ധിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ എല്ലാം തന്നെയും ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് തന്നെയായിരുന്നു പോലീസ് എത്തിയത്. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം മുട്ടാർ പുഴയിൽ പലതവണ പോലീസ്, ഫയർഫോഴ്സ് എല്ലാം തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. വളരെ ആകസ്മികമായാണ് ഇയാളുടെ കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ ടോൾ പ്ലാസയിലടക്കം പതിഞ്ഞത്. അതേ തുടർന്നുണ്ടായ അന്വേഷണം അത് മാത്രമായിരുന്നു ഇയാളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയായി ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് കണ്ടെത്താനും സാധിച്ചിരുന്നു. നീണ്ട 28 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇയാളെ ഇവിടേക്ക് എത്തിക്കാൻ തൃക്കാക്കര പോലീസാണ് കേസ് ഫയൽ ചെയ്ത് ഇവിടേക്ക് എത്തിക്കാനും തുടർന്ന് ഈ നിയമ നടപടികളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിരിക്കുന്നു. സനു മോഹൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജീവപര്യന്തത്തിന് പുറമെ 28 വർഷ തടവ് കൂടിയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ടോം.